നിയമസഭാ പുസ്തകോത്സവം ഇത്തവണയും കുട്ടികളിൽ കൗതുകം ഉണർത്തുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പുസ്തകങ്ങളുടെ ശേഖരമാണ് പുസ്തകോത്സവത്തിൽ ഇത്തവണയുള്ളത്. ബാലസാഹിത്യവും കഥാപുസ്തകങ്ങളുമായി പ്രത്യേകം സ്റ്റാളുകളും തയ്യാറാണ്. പുസ്തകം വാങ്ങാൻ ആശിച്ചെത്തുന്ന കുരുന്നുകളുടെ കൗതുകവും അമ്പരപ്പുമെല്ലാം ഇത്തവണ നിയമസഭാ പുസ്തകോത്സവത്തിന് ഊർജം പകരുകയാണ്. ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങിക്കൊണ്ടുപോകാൻ കൊതിച്ചു നിൽക്കുന്നവരും, എന്താണ് വേണ്ടതെന്ന് ഉറപ്പിക്കാൻ പറ്റാതെ ആശയക്കുഴപ്പത്തിലായവരും, എന്തിന് ആശിച്ചത് നേടിയെടുക്കാൻ പിണങ്ങി നിൽക്കുന്നവരും സ്റ്റാളുകളുടെ മുന്നിൽ തമ്പടിച്ചു. ചിത്രങ്ങളിൽ നിറങ്ങൾ പകർത്താനും കുട്ടിക്കഥകൾ വായിക്കാനും ഉത്സാഹമുണർത്തുന്ന പുസ്തകങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. ബാലസാഹിത്യവും കഥാപുസ്തകങ്ങളും ഇഷ്ടം പോലെ. സ്റ്റിക്കർ ബുക്സ്, അങ്ങനത്തെ സ്റ്റോറി ബുക്ക്, റൈറ്റിംഗ്സ് എല്ലാം ഉണ്ട്. സ്റ്റിക്കർ ബുക്സ് 2-3 അടിപൊളിയാണ്. കുറേ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഒരെണ്ണത്തിന് തന്നെ കുറേ ഉണ്ട്. അതാകുമ്പോൾ തീർന്നു പോകുന്നൊന്നും വേണ്ടിയില്ല. നല്ല കളക്ഷൻസ് ഉണ്ട് ശരിക്കും. എനിക്ക് വിംപിക്കിട്ടാ ഇഷ്ടം. വിംപിക്കിട്ട് ഇഷ്ടമാണല്ല, വായിക്കാനും കൂടുതൽ ഇഷ്ടം. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പുസ്തകങ്ങളുടെ ശേഖരമാണ് പുസ്തകോത്സവത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മെയിനായിട്ട് കണ്ടത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റോൾസ് കുറവായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇത്തവണ അങ്ങനെ സ്റ്റോൾ ഇടാനും അപ്പം അവർക്ക് വേണ്ടിയുള്ള ബുക്സ് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും എന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് കുട്ടികളുടെ ബുക്സിന് കീഴിലും ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ആക്ടിവിറ്റി ബുക്സും സ്റ്റോറി ബുക്സും തന്നെയാണ് കൂടുതൽ വരുന്നത്. എസ്പെഷ്യലി ക്ലാസിക്സ് അങ്ങനത്തെ പുസ്തകങ്ങളാണ് കൂടുതൽ മൂവ്മെന്റ് വരുന്നത്. ഇന്ന് നിയമസഭയ്ക്കുള്ളിൽ പേജുകൾ മറിച്ച് ഓടി നടക്കുന്നവരും ഷെൽഫുകളിലേക്ക് കൊതിയോടെ കണ്ണുകൾ ഓടിക്കുന്നവരും നാളെ ആരാവില്ലെന്ന് കണ്ടു. ആരൊക്കെയായാലും നല്ല മനുഷ്യരാകും. വായന മരിക്കുന്നു എന്ന് പറയുന്ന ഓരോരുത്തരും ഇവിടേക്ക് കണ്ണുകൾ തുറന്നു നോക്കുക. നാളെ വരുന്ന കാലഘട്ടത്തിൽ നിറയെ പുസ്തകങ്ങൾ ഇവർ വായിക്കും. ചിലർ എഴുത്തുകാരുമാകും. പോൾ ശ്രീകാര്യത്തിനും അജ്മലിനുമൊപ്പം നിയമസഭയിലെ പുസ്തക സ്റ്റാളുകൾക്കിടയിൽ നിന്നും വിഷ്ണു കരുണാകരൻ, കേരള വിഷൻ ന്യൂസ്.